മൂന്നാറിനടുത്ത് 370 ഏക്കർ കാടിനകത്തുള്ള ഒരു ഫാം റിസോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടാലോ. ഇതാണ് മാങ്കുളത്തിനടുത്ത് കല്ലാറിൽ സ്ഥിതി ചെയ്യുന്ന ഡ്യൂഡ്രോപ്സ് ഫാം റിസോർട്ട്. മൂന്നാറിൻ്റെ തിരക്കിൽ നിന്നൊക്കെ വിട്ടുമാറി വളരെയധികം പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണിത്. റിസോർട്ടിനോട് ചേർന്നുള്ള വനവും ഇവിടുത്തെ ക്യാറ്റിൽ ഫാമൊക്കെ ആയിട്ട് ഒരു കിടിലൻ ആംബിയൻസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഫെയർ ജെറ്റ് റീൽസ്. മൂന്നാർ മാങ്കുള റൂട്ടിലെ കല്ലാറിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 370 ഏക്കറോളം കാടിനുള്ളിലാണ് ഈ ഒരു റിസോർട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഏരിയയിൽ 2 ഭാഗത്തായിട്ടാണ് ഇവർ റൂമുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് വരുന്നത് നമ്മൾ കയറി വരുന്ന ആ ഒരു റിസപ്ഷൻ്റെ അവിടെയുള്ള പ്ലാന്റേഷൻ വ്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേയും, പിന്നെ ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് പോയിട്ട് അവിടെ ഫാം വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേയുമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് താമസിച്ചത് ഈ ഒരു ഫാം വ്യൂ റൂംസിലാണ്. ഈ റൂംസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ക്യാറ്റിൽ ഫാമൊക്കെ ഉള്ളത്. ഡ്യൂഡ്രോപ്സ് എന്നാണ് ഈ ഒരു ഫാം റിസോർട്ടിൻ്റെ പേര്. ഇവിടുത്തെ ഫാമുകളിൽ ഒരുപാട് പശുക്കളും ആടുകളും കോഴികളും അങ്ങനെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട്. കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് താഴെയുള്ള പ്ലാന്റേഷൻ വ്യൂവിലാണെങ്കിലും ഇവിടുത്തെയാണ് ക്ലൈമറ്റ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ കാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പയ്യെ നടക്കാനിറങ്ങിയതാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ 370 ഏക്കർ ലാൻഡിൽ 90% ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വളരെയധികം പീസ്ഫുള്ളാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ജോലി തിരക്കുകളും മറ്റ് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം നല്ല പീസ്ഫുള്ളായിട്ട് വന്ന് താമസിക്കാനായിട്ട് മൂന്നാറിൽ തന്നെ ഏറ്റവും പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു ഡ്യൂഡ്രോപ്സ് റിസോർട്ട്. മൂന്നാറിനടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ആനക്കുളമൊക്കെ ഇവിടുന്ന് വെറും 20 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഇത്രയും ഏരിയയുള്ള ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒരു ദിവസം കൊണ്ട് നടന്ന് കാണുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെ ഇവർ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് ഇവിടെ ബഗ്ഗി സർവീസും അതുപോലെ സൈക്കിളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് നടന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെങ്കിലും നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഇവിടെ കാട്ടുപന്നികളുടെയൊക്കെ ശല്യം ധാരാളമായിട്ട് ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അതുപോലെ ഇവിടുത്തെ ഈ വനത്തിനകത്ത് ഒരുപാട് റെയർ സ്പീഷീസുകളും അതുപോലെ ഒരുപാട് റെയർ ആയിട്ടുള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കണക്ക് പ്രകാരം ഏകദേശം 35,000-ഓളം ടോൾ ട്രീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള 22ഓളം ബേർഡ് സ്പീഷീസും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ശരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാടിനകത്ത് പെട്ട ഒരവസ്ഥയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും രാവിലെ ഇവിടെ നടക്കാനായിട്ട് മിസ് ചെയ്യരുത്. അത്രയ്ക്ക് മനോഹരമാണ് രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളങ്ങനെ നടന്ന് ഇവിടുത്തെ ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്ത ഇനത്തിലുള്ള ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. ഇതിവിടെ ജോലി ചെയ്യുന്ന ആരുടെയോ കൊച്ചാണെന്ന് തോന്നുന്നു. ഏതായാലും പശുക്കളൊക്കെ ആയിട്ട് നല്ല ഇണക്കമുണ്ട് ആൾക്ക്. ഇവിടുത്തെ ഫുഡിന് ആവശ്യമായിട്ടുള്ള പാലൊക്കെ ഈ ഒരു ഫാമിൽ നിന്ന് തന്നെയാണ് ഇവരെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ബാക്കി വരുന്നതൊക്കെ പുറത്ത് സൊസൈറ്റിക്ക് കൊടുക്കും. ഈ ഫാമിലെ കാളയെയും മറ്റു പശുക്കളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കറുപ്പും വെളുപ്പും കളറൊക്കെ മിക്സായിട്ട് നല്ല ഭംഗിയുള്ള കുറേ പശുക്കളുണ്ട് ഇവിടെ. സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകളെയൊക്കെ കണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് ഇവന്മാർ നല്ല ഇണക്കമാണ്. ക്യാറ്റിൽ ഫാമൊക്കെ കണ്ടിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാനായിട്ട് നടക്കുകയാണ്. ഇവിടെ എത്ര നടന്നാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീരത്തില്ല. നല്ല ഭീകര ആംബിയൻസ് ഉള്ള ഈ ഒരു റിസോർട്ട് ശരിക്കും പക്ക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഏകദേശം ഒരു 4,000-5,000 റേഞ്ചിലൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേ ഒക്കെ വരുന്നത്. ആ ഒരു പ്രൈസിന് ഈ ഒരു ആംബിയൻസിലുള്ള സ്റ്റേ ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. ഈ ഒരു ഫാമിനകത്ത് ഏലം കൂടാതെ കോഫിയും അതുപോലെ ഓറഞ്ചും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ട് എന്ന് പറയുന്നത് പക്ക കളർഫുള്ളാണ്. എവിടെ നോക്കിയാലും പല കളറിലുള്ള പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ വേറെ ലെവൽ ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഞങ്ങളിവിടെ തലേദിവസം സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു കാലാവസ്ഥയെ അല്ലായിരുന്നു ഇവിടെ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഞ്ഞും കോടയൊക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിലും വളരെ തെളിഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു വൈകിട്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഈ തെളിഞ്ഞ ക്ലൈമറ്റിൻ്റെ യഥാർത്ഥ ഗുണം മനസ്സിലായത്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ലഭിച്ചത് ഈ ഒരു തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്.
മൂന്നാറിലേക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്റ്റേ ആണിത്. വളരെ കുറഞ്ഞ ചിലവിൽ ഒരു കൊടും കാട്ടിനകത്തൊക്കെ താമസിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.